ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഡാമാണ് ബാണാസുര സാഗർ ഡാം. വയനാട്ടിലുള്ള ഈ ഡാമിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ മുന്നിൽ കാണുന്നത് ഡാമിൻ്റെ ഷട്ടറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡാം തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു പുഴയുടെ ഭാഗമാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, ഡാമിൻ്റെ ഷട്ടറൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പാലം നമ്മുടെ ആ ഒരു ഡാമിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആ ഒരു ഡാം കാണാനായിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ഡാമിൻ്റെ എൻട്രൻസ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ റെയിനിങ് സീസൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു റെയിൻ കോട്ടൊക്കെ ഇവിടെ കിട്ടും. ആ ഒരു 100 രൂപ ടു 100 റുപ്പീസിന് കിട്ടുന്ന ഒരു റെയിൻ കോട്ടിൽ അതുപോലുള്ളതൊക്കെ ഇവിടെ കിട്ടും. ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് തന്നെയാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്കാണെങ്കിൽ 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത്. അതുകൂടാതെ ഇവിടെ പല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ടിക്കറ്റ് ചാർജൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാനിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടുന്ന് മുകളിലേക്ക് പോകാനായിട്ട് വൺ സൈഡ് 15 രൂപയാണ് അതിൻ്റെ ടിക്കറ്റ്. നമ്മളേതായാലും വാനിൽ പോകുന്നില്ല, നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് മറ്റ് പല ആക്ടിവിറ്റീസുള്ള ഒരു സ്ഥലമുണ്ട്. ഹൊറർ ഹൗസ്, അതുപോലെ ഫുഡ് കോർട്ട്, അതുപോലെ മറ്റു പല കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ റൈറ്റ് സൈഡിലായിട്ടുള്ളത്. കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിൽ പശ്ചിമഘട്ടത്തിൽ കബനി നദിയുടെ പോഷക നദിയായ കരമൻതോട് പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണ് കൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയിലുള്ള ഈ പ്രദേശത്ത് ജലസേചനം, കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നതുമാണ് ബാണാസുര സാഗർ ജലസേചന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ.
നമ്മളിപ്പോൾ ആ ഡാമിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്, മുകൾ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വാൻ കണ്ടില്ലേ, ഇത് ഇങ്ങനെ സർവീസ് നടത്തുന്നതാണ്. 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് സർവീസ് ഉണ്ട്. ആ ഒരു വാനാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ഇതിന് ചുറ്റിലുമായി മലനിരകളൊക്കെ ആയിട്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഇതിനടുത്തായിട്ട് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് വാക്കിങ്ങിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗാർഡൻ കണ്ടില്ലേ, 2 സൈഡിലായിട്ട് നിറയെ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും അതിൻ്റെ നടുക്കേക്കുള്ള വഴിയൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ഗാർഡൻ. ഇതിനടുത്തായിട്ട് തന്നെ മറ്റു പല ആക്ടിവിറ്റീസും ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം. ഇവിടെയായിട്ടാണ് ഫിഷ് സ്പാ വരുന്നത്. അതിനടുത്തേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് മറ്റൊരു ബുൾ റൈഡ് വരുന്നതും ഇതിനടുത്താണ്. ഇവിടെയായിട്ടാണ് ബുൾ റൈഡ് വരുന്നത്. ഇതിനടുത്തായിട്ട് കുറേ ഊഞ്ഞാലൊക്കെ കെട്ടിവെച്ച ഒരു സ്ഥലമുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു മലയുടെ സൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഊഞ്ഞാലൊക്കെ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ട് കുറേ കുട്ടികളൊക്കെ ഊഞ്ഞാൽ ആടുന്നുണ്ട്. അത് കണ്ടില്ലേ. ഇനി നമുക്ക് താഴേക്ക് പോകാം. ഇവിടെയാണ് ഫിഷ് സ്പാ വരുന്നത്. ഒരേ സമയത്ത് തന്നെ കുറേ പേർക്ക് ഒരുമിച്ച് ഈ ഒരു സ്പാ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെയായിട്ടാണ് ബുൾ റൈഡ് വരുന്നത്. ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് ഒരു കുട്ടികൾക്കുള്ള പെഡൽ ബോട്ടിംഗ് ഒക്കെയുള്ള സ്ഥലം. ഇതാണ്. ഇതും ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, ആ ഒരു ഭാഗത്തേക്ക് പോകാം. ഈ മുന്നിലായിട്ടാണ് ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇവിടെ സ്പീഡ് ബോട്ടും പിന്നെ മറ്റുള്ള ബോട്ടുകളൊക്കെ ഉണ്ട്. സ്പീഡ് ബോട്ടിന് 1000 രൂപീസാണ്, 5 പേർക്ക് പോകാം. അതുപോലെ മറ്റു പല റേറ്റുകളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് താഴെയായിട്ടാണ് ആ ഒരു ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇതാ കണ്ടില്ലേ, ആ ഒരു ഭാഗത്തായിട്ടാണ് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു കാഴ്ച അതിമനോഹരമാണ്. ചുറ്റിലുമുള്ള മലനിരകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്.
ഇവിടെ ധാരാളം സോളാർ പാനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നിലായി കണ്ടില്ലേ, അതുപോലെ തന്നെ ആ ഒരു വെള്ളം ഉള്ള സ്ഥലത്തായിട്ട് ഫ്ലോട്ടിംഗ് സോളാർ പാനലും ഉണ്ട്. മുന്നിൽ കാണുന്നത് അതാണ്. ഇതിന് ചുറ്റിലുള്ള കാഴ്ചകൾ നോക്കി, എത്ര ഭംഗിയാണ്, എന്ത് മനോഹരമാണ്. മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടുമാണ് ഇത്. വലിയ പാറകളും കല്ലുകളും മണ്ണുമാണ് ഇതിനായി ഉപയോഗിച്ചത്. 685 മീറ്ററാണ് ഈ അണക്കെട്ടിൻ്റെ നീളം. ബാണാസുര മലകൾക്കിടയിലായി 33 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണുപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 190 കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. 1979 ആദ്യ അണക്കെട്ട് പണിതീർന്നത്. ഒരു ചെറിയ കനാലും അണക്കെട്ടും ചേർന്ന് ഇന്ത്യൻ ബാണാസുര സാഗർ പദ്ധതിയുടെ ഭാഗമായാണ് തുടക്കം. പ്രധാന ലക്ഷ്യം കോഴിക്കോടുള്ള കക്കയം അണക്കെട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ജലം എത്തിക്കുകയും ജലസേചനത്തിന് ഉപയോഗിക്കുക എന്നതുമായിരുന്നു. അണക്കെട്ടിനടുത്തായിട്ടുള്ള മനോഹരമായ മലകളിലേക്ക് ട്രക്കിംഗ് നടത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അണക്കെട്ട് വന്നപ്പോൾ ആ പ്രദേശം വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ ഇവിടെ ധാരാളം ദ്വീപുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ദ്വീപുകൾ കാണാൻ വളരെ മനോഹരമാണ്. ഇത്രയൊക്കെയാണ് ബാണാസുര സാഗർ ഡാമിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്ഥലം വന്ന് കണ്ട് ആസ്വദിക്കുക. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.